എല്ലാ കൂട്ടുകാർക്കും ഓർഡിനറി ടിക്കറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡോട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരിങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്ന് വെച്ചാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പെരിങ്ങോട് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഒരു പൂമുള്ളി മനയുണ്ട്. നമ്മുടെ 6ാം തമ്പുരാൻ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ പഴയ ഒരു വർഷങ്ങളോളം പഴക്കമുള്ളൊരു മനയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു യാത്രികൻ, ഒരു അടാറ് മനുഷ്യൻ കഴിഞ്ഞ ദിവസം നമ്മളെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഞാനൊന്നും എന്താ പറയുക, നമ്മുടെ നാട്ടിൻ്റേതായിട്ടുള്ള കുറച്ച് പൈതൃകങ്ങളും തെറ്റിപ്പോയാൽ സോറി, അതുപോലെ നമ്മുടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കാഴ്ചകൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതേ ആ മഹാൻ ഇവിടെ ഇരുന്ന് കൊളക്കടവിൽ ഇരുന്നിട്ട് കുളിസിയും കുറേ നേരമായിട്ട് ഇൻട്രോ പറയുന്നുണ്ട്. ഇതിപ്പോ ഒരു 25ാമത്തെ കണ്ട് ടേക്കാണ്. ഞാനിവിടെ നിന്നല്ല അറിയാലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് മാറ്റുന്നുണ്ടേ, എന്ത് പറയണം, എവിടെ തുടങ്ങണം, പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആളെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ, അടുത്ത് കൊണ്ട് കാണിച്ചു തരാം. ഈ മഹാവ്യക്തി ഇന്നലെ രാത്രി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയൊരു ഫുട്ബോൾ പ്രീമിയർ ലീഗൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പിള്ളേരും നാട്ടിലെ എല്ലാ പിള്ളേരുണ്ട്. നമ്മൾ അവിടെ ടർഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒരു കളി സ്പിരിറ്റിലായിരുന്നു. അപ്പോഴാണ് പുള്ളി നമ്മുടെ അടുത്തോട്ട് വന്നത്. ഒരു 10 മണി വരെ 10:30 വരെയൊക്കെ നമ്മളവിടെ ഇരുന്നു, പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും ഗ്രൗണ്ടിൽ വന്ന് കളിയും കാര്യങ്ങളും അവിടുത്തെ ട്രോഫി കൊടുക്കലും എല്ലാത്തിലും. പിന്നെ നമ്മളെ മെയിൻ അതിഥിയായിട്ട് നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ബാക്ക് പാക്കർ സുധീനാണ് ഇട്ടത്. ട്രോഫി കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ട് എനിക്ക് നാണം വരുന്നു. പിന്നെ ഭയങ്കര ആരാധകരായിരുന്നു അവിടെ. വന്നിറങ്ങുമ്പോൾ തന്നെ അവിടുന്ന് 2 ടർഫ് ഉണ്ട് അവിടെ, 2 ടീം കളിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ ടീം വരുമ്പോൾ തന്നെ പൊതിഞ്ഞിക്കണ്. നമുക്കുണ്ട് കിട്ടിയത് അവിടുന്ന് ഏകദേശം 1/2 മണിക്കൂർ ശേഷം. ആരാധകരുടെ തിരക്ക് ഞാൻ പറഞ്ഞ പോലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇവൻ ഇങ്ങനെ ആരാധിക്കണത്, എന്താണ് ഇവനക്ക് ഇത്ര മാത്രം ഉള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഒന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് പറയാം. കഴിഞ്ഞ വർഷം, ഒരു വർഷമായോ, കഴിഞ്ഞ 14 മാസം, ഒരു വർഷത്തോളമായി നമ്മൾ തവാങ്ങിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനധികം ചെയ്തിട്ടില്ല, പുള്ളിയുടെ വീഡിയോയിലുണ്ടാവും അതൊക്കെ. അതുപോലെ അഷ്റഫ് ഖാൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ബൈക്കിലൊക്കെ തെന്നി മറിഞ്ഞ് ആകെ കഷ്ടപ്പെട്ട് ആകെ ബുദ്ധിമുട്ടിയൊക്കെ പോകുമ്പോൾ ഞാൻ പിന്നെ പുള്ളിനെ മാറ്റിയിരുത്തി ബൈക്കൊക്കെ കൊണ്ടുപോയി സേഫായിട്ട് ഞാനാണ് കൊണ്ടുപോയത്. പിന്നെ ഞാൻ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെക്കന്. പിന്നെ ഞാനാണ് പിന്നെ അതല്ല പറയാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്രയിൽ കണ്ടുമുട്ടിയതാണ്. എവിടെ വെച്ചിട്ട്, ആസാമിൽ വെച്ചിട്ട്. ശരൺ ചേട്ടനാണ് നമ്മളെ കൊണ്ട് നമ്മുടെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം വേണ്ടായിരുന്നു എന്നുള്ളൊരു അതിനുശേഷം പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. പിന്നെ നിരന്തരമായി യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യുക. അയ്യോ, അത്രക്കൊന്നും പുകഴ്ത്തണ്ട. ഞാൻ ഇന്ന പുകഴ്ത്തും, പക്ഷെ ഇന്നെ പറ്റിയിട്ട് വേറെ ആരും പുകഴ്ത്താൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ യാത്രകളൊക്കെ ചെയ്തു. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു കേരള, ഇപ്പോൾ ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ കേരളമുണ്ട്. അപ്പോൾ കേരളം കാണുന്നതിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഇന്ത്യ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകളെ ഒക്കെ ഒന്ന് കാണുക, അവരുടെ വീട്, അവരുടെ ഗ്രാമം ഒക്കെ ഒന്ന് കാണുക, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ഇനിയും പരിചയപ്പെട്ടിട്ട് വീണ്ടും പരിചയപ്പെടുന്നു. ഇപ്പം നമ്മൾ ആളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആളുടെ തനി സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരെ നാട്ടിലോട്ട് വരണം. അങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെ ഒരു ഇതല്ലേ, അതുകൂടി എങ്ങനെ എന്ത് പറയുന്നു സബീലിനെ കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, എന്നിട്ട് എന്ത് പറഞ്ഞു, എന്ത് മനസ്സിലാക്കി? പറഞ്ഞതൊന്നും കണ്ടുപിടിച്ചതും കേട്ടതൊന്നും ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാനൊന്നും അധികം പറയുന്നില്ല. അപ്പോൾ ചെക്കൻ നമ്മുടെ കൂടെ ഇന്നലെ ഒക്കെ ആയിട്ടുണ്ട്. 2 ദിവസത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ 2 ആഴ്ച ഇതിനടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ എത്ര വർഷമായി ഇപ്പോൾ ശരിക്കും യാത്ര തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറിയതിൻ്റെ ഇടയിലൊന്ന്, പക്ഷെ അത് കൂട്ടാതെ മൊത്തത്തിൽ ഇപ്പോൾ എത്ര 14-15 മാസത്തോളമായി, 14-15 മാസമായിട്ട് ബൈക്കിൽ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അത് എല്ലാ ഗ്രാമങ്ങൾ, ഇത് വില്ലേജ്. ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ പ്രശ്നം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ വരും, ഒരു വേദന വരും. എങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കണം എപ്പോഴും നോക്കിയിട്ടുണ്ട്. സത്യം എനിക്ക് ആരുടെയും യാത്രാ വ്ളോഗ് കാണാൻ നല്ല ഇഷ്ടമില്ല. കാരണം നമുക്ക് വല്ലാണ്ടങ്ങ് ഫീലാവും. അതുകൊണ്ട് അങ്ങനെയുള്ള എന്നെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫുൾ യാത്രയാണ്. ഇന്ത്യയുടെ ഒരുവിധ ഗ്രാമങ്ങൾ
വില്ലേജുകൾ, പഞ്ചായത്ത് അരി ഒക്കെ എല്ലാം പറക്കി നടക്കുന്നൊരു മനുഷ്യൻ. അപ്പോൾ സുധി, ബാക്ക് പാക്കർ സുധി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. ബാക്ക് പാക്കർ സുധി, ഒരുപാട് നല്ല വീഡിയോസ്. അതുപോലെ ഇന്നിപ്പോൾ ഈ അതുപോലെ ഒരു 4-8 ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ വിഷ്വൽസ് ചെയ്തു. ഞാനും കൂടെ വീഡിയോ ചെയ്യണം. പല സംസ്കാരങ്ങളും പല ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടു. അന്നേരം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയും കേരളത്തിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണം. കാരണം ഇത്രയും നാളത്തെ നമ്മൾ പുറത്തു നിന്ന കാഴ്ച ഇവിടുത്തെ കാഴ്ച. അന്നേരം നമ്മുടെ പഴയകാല ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതും കമ്പയർ ചെയ്യണമല്ലോ. നമ്മൾ ആസാമിലൊക്കെ കണ്ട ബിൽഡിങ്ങുകളും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നെയാണ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് അല്ലേ? കിട്ടുമല്ലേ? നല്ലത് പറയണം, ഉള്ളത് പറയണം, അത് വേണ്ടാത്ത പറയണം. എന്താ പറയുക? ഇഷ്ടമുള്ള പറഞ്ഞു. എനിക്ക് എന്താണോ റിയലായിട്ട് തോന്നുന്നത്? അടിപൊളി, സൂപ്പർ, പൊള്ളി. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാനത് പറഞ്ഞു തന്നെ. ഇവന് അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ വെറുതെ വീഡിയോ ചെയ്തിട്ടത് രണ്ടും കൂടെ ഫ്ലാഷ് ആവണ്ടെന്ന് ഓർത്തു. വീട്ടിൻ്റെ അടുത്തുള്ള ഇതല്ലേ? കാരണം ഇവിടെ വന്നപ്പോൾ ഒരു പുള്ളി നമുക്ക് വേണ്ടി കുറേ അല്ലേ ആളുടെ ടൈമും മറ്റു ജോലിയൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൂടെ കൂടി. അപ്പോൾ ആ ഒരു ടൈം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റി. ശരിക്കും 6-ാം തമ്പുരാൻ്റെ കൊച്ചുമോനെ നമ്മൾ കണ്ടു. 6-ാം തമ്പുരാൻ്റെ കൊച്ചുമോൻ നമുക്ക് നമ്മുടെ ഈ ഒരു മനയുടെ ഒരു 4 ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ള 4 കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ കാണും, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നുമില്ലല്ലോ എന്ന് പറയണ്ട. നേരെ സുധിയുടെ ചാനലിലോട്ട് പോയാൽ മതി. കാരണം വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ മടിയനാണെന്ന് പറയണ്ട. കാരണം ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് തന്നെ ആ കൺഫ്യൂഷൻ ആവും അല്ലേ, പറഞ്ഞ കാര്യങ്ങളും വീണ്ടും. അപ്പോൾ ആ പുള്ളിക്ക് ആ ഒരു ഇത് വേണ്ടെന്ന് ഓർത്തിട്ട് ഒറ്റ എപ്പിസോഡിൽ അത് സുധിയുടെ ചാനലുണ്ടാവും. ഇനി എന്താണ് അടുത്ത പരിപാടികൾ? ഇപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് ഓൾ ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തത് എന്താണ്? അട്രാക്റ്റീവ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്ത് കിട്ടിയിരുന്നത് വേർപിടിക്കും. പക്ഷേ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇന്ന ഒരു വേൾഡ് ട്രിപ്പ്, ഒരു യൂറോപ്പ് ട്രിപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയൂ. ട്രിപ്പ് ഞാൻ ഒന്നുകൂടി ഒരു ഡ്രീമാണ്. പുറത്ത് പോകും, ഗ്രാമങ്ങളിൽ പോകും, അവരുടെ കൂടെ ജീവിക്കും. ആ ജീവിത കാഴ്ചകളൊക്കെ നമ്മളുടെ ചാനലിൽ ഇടുകയും ചെയ്യും. ഗുഡ്. സാധാരണ ഒരു ടൂറിസം പ്ലേസ് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകൾ തേടിയുള്ള യാത്ര ഒരിക്കലും എനിക്ക് യാത്ര ചെയ്തേ ഇപ്പോൾ ഒരുപാട് നഗരങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിരുന്ന കാഴ്ചകൾ എന്തായിരുന്നു? പ്രിഫർ ചെയ്തിരുന്ന കാഴ്ച, ഞാൻ ശരിക്കും ഗ്രാമങ്ങൾ തേടിയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടുകൾ നിങ്ങൾ ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് കൂടുതൽ ടൂറിസം സ്പോട്ടുകളുടെ വീഡിയോകളൊക്കെ വളരെ കുറവായിരിക്കും. ശരിക്കും ഇതുപോലെ ഇൻറ്റീരിയർ ഗ്രാമങ്ങളുടെ അവരുടെ ഒരു ദിവസത്തെ ജീവിതം, അവരുടെ കൾച്ചർ, അവരുടെ ആഘോഷങ്ങൾ, അതിലൊക്കെ പങ്കെടുക്കുക, അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് അങ്ങോട്ട് ജീവിക്കുക, അങ്ങനെയുള്ള കാഴ്ചകളാണ്. ശരിക്കും ഇനിയിപ്പം ലോകയാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും പാരീസിലെ ഗോപുരങ്ങളോ അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ മറ്റെന്തോ വലിയ തിരക്കുള്ള കാഴ്ചകൾ, അതിനേക്കാളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉൾനാടൻ കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളിലോട്ടൊക്കെ അവരുടെ കൂടെ ജീവിച്ചങ്ങോട്ട് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. നമ്മൾ മുന്നൊക്കെ ഈ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് ആസാം, സിക്കിം, നേപ്പാൾ, ഭൂട്ടാൻ എന്നൊക്കെ കേട്ടിട്ട് ആ സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ അല്ലേ എത്തിപ്പെടുക. അതുപോലെ അവിടെയൊക്കെ ചെന്നിട്ട് അവിടേക്കുള്ള ഒരു ഫാമിലിയുടെ കൂടെയൊക്കെ അവിടുത്തെ ഒരാളായിട്ട് അവരെ ഭാഷ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ അവരുടെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ ചോദിക്കുക. അവരോട് ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരോട്. അതൊക്കെ ഭയങ്കര യാത്ര വേണ്ടിയിട്ട്. ഈ ഒരു യാത്രയിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പഠിച്ചു മീൻസ് ഡീൽ ചെയ്യാൻ പഠിച്ചു. ഹിന്ദി ഭാഷ എനിക്ക് ഇതിൻ്റെ തുടക്കത്തിലൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലേ? അത്യാവശ്യം നിന്ന് പിടിച്ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, വിചാരിച്ച പോലെയോ പ്രതീക്ഷിച്ച പോലെയോ അല്ല നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ലോകത്തിൻ്റെ പരിച്ഛേദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് സ്പെഷ്യലി ഹിമാലയൻ റേഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗങ്ങൾ. ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പ് അല്ലെങ്കിൽ വേറെ ഒരു പതിപ്പ് തന്നെ ഇന്ത്യയിലുണ്ട്. ശരിക്കും അത് ആൾക്കാരുടെ ടെറൈൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ലോകത്തിൽ. ടെറൈൻസ് മാത്രമല്ല, ഇനിയിപ്പോൾ ആൾക്കാരുടെ ഒരു രൂപത്തിലും അവരുടെ ചിലപ്പോൾ നമുക്ക് തന്നെ മാറിപ്പോവും. ചൈനക്കാരാണോ ഇന്ത്യക്കാരാണോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ശ്രീനഗർ ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പേർഷ്യൻ ലുക്ക്. ഈ നമ്മളുടെ ആ ഒരു ആര്യൻസിൻ്റെയൊക്കെ ആ ഒരു ലഡാക്ക് റീജിയനൊക്കെ ആര്യൻസിൻ്റെയൊക്കെ ട്രേസ്, അതുപോലെ പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കുന്ന ആളുകളൊക്കെ
ഇപ്പോഴും ഉണ്ട്, ആ ഒരു ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യ തന്നെയാണോ, ഇവർ ഇന്ത്യക്കാരാണോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. ഇന്റർനെറ്റ് ഇല്ലാത്ത, ഫോണില്ലാത്ത ശരിക്കും റൈഷാബാരി എന്ന് പറഞ്ഞ് ത്രിപുരയിലൊക്കെ ഉള്ള ഗ്രാമം ബംഗ്ലാദേശ് ബോർഡർ സൈഡിലുണ്ട്. ശരിക്കും ഒരു 1950-40കളിലെ കേരളം. മൊബൈൽ ഫോണില്ല, കണക്ടിവിറ്റി ഒന്നുമില്ല. എന്താ പറയുക, അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ അവിടുത്തെ കല്യാണം, അവരുടെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ അയൽപക്കങ്ങൾ, ഒരു ഗ്രാമങ്ങളൊക്കെ വന്ന് നമ്മളുടെ പാത്രവും അവരുടെ അരകല്ലും അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, അരിയടക്കം കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി, ആ ഒരു രീതിയിലില്ലേ, അതുപോലുള്ള കല്യാണങ്ങൾ വരെ കൂടാനുള്ള ഭാഗ്യമുണ്ടായി ഇതിനകത്തേ. ശരിക്കും ഇങ്ങനെയുള്ള കുറേ ഗ്രാമങ്ങൾ പോലെ. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ പത്രവും അതുപോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഉദാഹരണമാണ്, ഇപ്പോൾ ഈ വന്ന ഈ മനയിൽ കഴിഞ്ഞ 10 വർഷം മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിലും എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അമ്പലങ്ങളിൽ, അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് വരെ, ഈ കെട്ടിൻ്റെ അകത്ത് വരെ. പക്ഷെ ഇന്നത്തെ കാലഘട്ടം മാറി. അതേപോലെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള കുറേ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതൊന്നും അറിയില്ല. ആൾക്കാർ തമ്മിൽ ഇങ്ങനെയുള്ള വർഗീയതയും മറ്റു പ്രശ്നങ്ങളും പൊളിറ്റിക്സും ഒന്നും അറിയാത്ത ആൾക്കാരെ, പച്ച മനുഷ്യന്മാർ. അപ്പോൾ അവർക്ക് ഇപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു വേ ഉണ്ടല്ലോ. ശരിക്കും നമ്മളെയൊക്കെ എന്താ പറയുക, ഈ ഒരു യാത്രയിൽ ഇതുവരെ ഒരു സ്ഥലത്തൊന്നും ആരും നിൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചിട്ടില്ല എന്നോട് കേട്ടോ. അത് തന്നെയാണ് ശരിക്കും ഇന്ത്യ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം കിട്ടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പോൾ വന്നൊരു ചെറിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഒന്ന് നമ്മൾ ചിലപ്പോൾ ഒരു 50 വർഷം പുറകോട്ട് സഞ്ചരിക്കും, ചിലപ്പോൾ ഒരു 50 വർഷം പെട്ടെന്ന് ആ ഒരു കാലഘട്ടങ്ങൾ മാറുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വന്നത് ടൗണിൽ നിന്നാണ്. അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ നമ്മൾ ഉത്തോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെന്താ കാണുന്നത്, കഴിഞ്ഞൊരു 100 വർഷത്തെ ആ ഒരു പ്രൗഢിയും അന്നത്തെ ഒരു ഭംഗിയും അന്നത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആ ഒരു രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള, നമുക്ക് എപ്പോഴും നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ പറയുക, എല്ലാ ദിവസവും എല്ലാം ഫ്രഷ് ആയിരിക്കും. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ ആളുകൾ, ഭക്ഷണം, അതുപോലെ തന്നെ പുതിയ ഭക്ഷണങ്ങൾ എല്ലാം മാറ്റും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. കാരണം പിന്നെ ഒന്ന് ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. എന്നും ഓരോരോ പുതുമയുള്ള കാര്യങ്ങളായിരിക്കുമ്പോൾ നമ്മൾ അതിലങ്ങനെ മുഴുകിപ്പോകും. അപ്പോൾ അത് ഭയങ്കര ഫീൽ തന്നെയാണ്. ഞാനും കേട്ടിട്ട് വീണ്ടും പറഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വണ്ടി എടുക്കാൻ ഞാൻ ഇറങ്ങും. ഈ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഞാനും വീണ്ടും ഇറങ്ങും. പറ്റിക്കഴിഞ്ഞാൽ സുധി ചെയ്യണ പോലെ കുറച്ച് ദിവസം സുധിയുടെ കൂടെ, കുറച്ച് ദിവസം വീണ്ടും അഷറഫ്ക്കാടെ കൂടെ, അങ്ങനെയൊക്കെ വീണ്ടും പഴയ ആ ഒരു വൈബ് വേറെ വൈബായിരുന്നു. കാരണം ജീവിതത്തിൽ അങ്ങനെ വീണ് കിട്ടിയ ഒരു അസുലഭ മുഹൂർത്തമായിരുന്നു അഷറഫ്ക്കാടെയും ബിബിൻ്റെയും കൂടെയുള്ള. ശരിക്കും അന്ന് അവിടെ കണ്ടുമുട്ടിയ സമയത്ത് നമ്മളാരും പരസ്പരം ഒന്നും അറിയില്ല, ആരാണ് എന്താണ് ഒന്നും അറിയില്ല. പക്ഷെ കണ്ടുമുട്ടി. പിന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ തമ്മിലുള്ള ആ ഒരു യാത്രയും അതിൻ്റെ ഇടയ്ക്കുണ്ടായ എന്താ പറയുക, നല്ല സന്തോഷം തരുന്ന മൊമെൻറ്റ്സും, അതുപോലെ തന്നെ അഡ്വഞ്ചറായിട്ടുള്ള ലൈഫ് തന്നെ ത്രെട്ടണിങ് ആവുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സും ഒക്കെ കിട്ടി. അതിലെല്ലാം നമ്മൾ തരണം ചെയ്ത് ഇപ്പോൾ ഇതാ വീണ്ടും കണ്ടുകിട്ടി. ഒരുപാട് സന്തോഷം, വേറെന്താ പറയുക. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന മന. ഇതാണ് എന്ത് തന്നെയാണ്, പൂമുള്ളി മന. ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ആയുർവേദ ഒരു ഇതാണ്, റിസോർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ അവരുടെ പഴയ കാലത്തെ ബിൽഡിങ്ങാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ചെറിയ റിനോവേറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് ഇതാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഗസ്റ്റിൻ്റെ, അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന ഗസ്റ്റിൻ്റെ താമസിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ അവരുടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഒന്നും റിവീൽ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അകത്തോട്ട് നമുക്ക് ഇപ്പോൾ എൻട്രൻസ് ഇല്ല. പിന്നെ ഒരു ക്ഷേത്രം, ഇവിടെ ഒരു ഹനുമാൻ എന്താ പറയുക, ഹനുമാൻ്റെ പ്രതിമ, അങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് പിന്നെ ഇവിടെ ഒരു 4 കെട്ട് ഒരു പഴയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുധി അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ പറയുന്ന പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ കൊച്ചുമകൻ, പൂമുള്ളി നീലകണ്ഠൻ തന്നെയാണ് പുള്ളിയുടെയും പേര്. അന്നാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് തന്നെയാണ് കൊച്ചുമക്കൾക്കും വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പുള്ളിനെ കണ്ടു. ആ പുള്ളിയാണ് നമുക്കെല്ലാം കാണിച്ചു തന്നത്. വീഡിയോസൊക്കെ സുധിയുടെ ചാനലിൽ കയറിയാൽ കാണാം. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ വെറുതെ വന്നപ്പോൾ സുധി വന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ
ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെന്താ സുധി? വേറെ എന്താ, അടുത്ത യാത്രകൾ പ്ലാൻ ചെയ്യുന്നു. ഈ യാത്രക്കാരെ കൂടെ കാണുമ്പോഴേ ഭയങ്കര വൈബാണ്. നമ്മൾ നിർത്തി വെച്ചോടന്ന് നമുക്ക് ഇങ്ങനെ അങ്ങനെ കിടന്ന് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പെട്ടയും. ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ യാത്ര ചെയ്യുക. പക്ഷെ ഒന്ന് തുടങ്ങിയിട്ടേ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോട്ടെ. വേറെ ഇനിയിപ്പം യാത്രയിൽ കണ്ടുമുട്ടിയ കുറച്ച് ആളുകളെ കൂടി നേരിട്ട് കാണാനുണ്ട്. അവരുടെ ഗ്രാമവും അവരുടെ വീടും അവിടെയൊക്കെ പോയി അവരൊക്കെ ഇതാക്കി അവിടുന്ന് ചാപ്പാട് പഠിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേരും കേരള യാത്ര. അപ്പം അങ്ങനെയൊക്കെയാണ്. വേറെന്താ? അപ്പം ഇനി എന്നാണ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രിപ്പ് അനൗൺസ് ചെയ്യുന്നത്? ഒരു ഗംഭീര ഫ്ലാഗ് ഓഫും മീറ്റപ്പ് ഒക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരിക്കലും പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒരു യാത്രയും ചെയ്തില്ല. പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും പോകത്തില്ല. ചിലപ്പോൾ നാളെ ആയിരിക്കും വലിയൊരു യാത്ര വരുന്നത്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകായിരിക്കും, അറിഞ്ഞൂടാ. സർപ്രൈസ്. ഞാൻ ഇറക്കി വിടുമ്പോഴല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരോടും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു വീഡിയോ. സുധി നമ്മുടെ കൂടെയുണ്ട്. 1-2 ദിവസം കൂടി, ഇന്നും നാളെയും ഇന്ന് നാളെ 2 ആഴ്ച നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2 ആഴ്ച ഒന്ന് എടുത്ത് വരാം. 2 ദിവസം അത് കഴിഞ്ഞ് ഞാൻ ചവിട്ടി പുറത്താക്കും. സബീൽ ബ്രോനെ വിട്ട് ഞാൻ പോവില്ല. സബീൽ ബ്രോനെ കൂടെ ഉണ്ടാവും. സബീൽ ബ്രോയുടെ അടുത്ത യാത്ര വരെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് സബീൽ ബ്രോനെ എൻ്റെ ഓഫീസിൽ ഞാൻ അങ്ങ് പിടിച്ച് നിർത്താലോ എന്ന് ആളുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ എന്നെ ചീത്ത വിളിക്കും. ഞാനേ പോകുന്നില്ല, അങ്ങനെ യാത്ര ചെയ്യുന്നവരെ കൂടെ ഇല്ലാതാക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇരുട്ടി തുടങ്ങി. ലൈറ്റൊക്കെ പോയി. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഓണാക്കി. പക്ഷെ നല്ല ലൈറ്റുള്ള ക്യാമറ കേട്ടോ. അത് ഈ ക്യാമറക്ക് ഒരു ഗുണം, രാവും പകലും നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാം. ഏത് ചെറിയൊരു ലൈറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ സ്നേഹം മാത്രം. ബൈ.